അതേപോലെ ജോൺസൺ മാഷുമായിട്ട് ചേർന്നിട്ട് ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായ ഒരു പാട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലിക്കാടും മാലയും മണിയും, ചൈനീസ് സോങ്. പക്ഷേ മാനത്തെ വെള്ളിത്തേരിൽ കുറേ പാട്ടുണ്ട്. മാനത്തെ വെള്ളിത്തേരിൽ പൂരം കാണാൻ പോരും പുതിരാ പെണ്ണേ നിൻ. പുതിരാ പെണ്ണെ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു, നിന്മാരൻ്റെ പേർ ചൊല്ലുമോ. അതിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള വേറൊരു പാട്ടുള്ളതാണ് മനസ്സിൻ മടിയിലെ മാന്തളിരെ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ കനവായി മിഴികളിൽ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ എന്ന് പറയുന്ന പാട്ട്. മാനത്തെ വെള്ളിത്തേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തോ കഷ്ടകാലത്തില് ഓടാതെ പോയൊരു പടമാണ്. പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ചോളം ഇതേപോലെ അന്ന പോലെ തന്നെ മ്യൂസിക്കലി കിട്ടിയ ഒരു വലിയൊരു ചാൻസ് ആയിരുന്നു. കാരണം അതിൻ്റെ അകത്ത് പാട്ട് കോർത്തും പവിഴം കോർത്ത് അതിനൊക്കെ എത്ര വേരിയേഷൻ ആണുള്ളത്. അതായത് ഒരു പാട്ടിൽ തന്നെ 4-5 വേരിയേഷൻ, വേറെ വേറെ ട്യൂൺ, വേറെ താളം, ഭയങ്കര ടഫായിട്ടുള്ള കമ്പോസിഷൻസ്. അപ്പൊ അതിനൊക്കെ ഓരോന്ന് ഒന്റെ സ്വഭാവം അനുസരിച്ച് ഫോക്കിലേക്ക് പോകണം, വെസ്റ്റേണിലേക്ക് പോകണം. അതിൻ്റെ അകത്ത് ഒരു അടി നടക്കുന്നതും പാട്ടാണ്. അങ്ങനെ അതിൽ പക്ഷേ ഏറ്റവും ഇതായിട്ട് ഒരുപാട് പേര് അവരുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു പാട്ടാണ് മനസ്സിൻ മടിയിലെ മാന്തളി. ജോൺസനെ പറ്റി ഓർക്കുമ്പോഴും ഇന്ന് ആ ഒരു നനവ് പലരും ഒരു ആർദ്രതയുടെ ഒരു ഇതായിട്ടാണ് കണക്കാക്കുന്നത്. ഏതുമേ താങ്ങും ഈ ഭൂമി ഞാനില്ലയോ എന്നൊക്കെ പറയുന്ന പ്രയോഗവും. അല്ല, ഏറ്റവും രസമായിട്ടുള്ള കാര്യം, ഞാനും വൈഫും കൂടെ വിജയ് സൂപ്പറും പൗർണമി എന്ന് പറഞ്ഞിട്ട് പടം കാണാൻ വേണ്ടി പോകുമ്പോൾ അപ്പോൾ ഞങ്ങൾ തിയേറ്ററിലിരുന്ന് പടം കാണാൻ തുടങ്ങി. പടം ഫസ്റ്റ് ഇട്ടായത്. അപ്പോൾ ഞാനതത്ര ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് വൈഫ് പറഞ്ഞു, ഈ ചേട്ടൻ്റെ പേര്. ഞാൻ ചോദിച്ചു, എൻ്റെ പേരോ? ചുമ്മാ നിനക്ക് തോന്നിയായിരിക്കും. ഇല്ല, ഞാൻ കണ്ടതാണെന്നു. പിന്നെയാണ് മനസ്സിലാകണത് അതിൻ്റെ ക്ലൈമാക്സിൽ ഈ പാട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷെ എന്തായാലും ആ പാട്ട് ഒരുപാട് പേര് കൊണ്ടു നടക്കണമെന്നുള്ളൊരു സന്തോഷമുണ്ട്. ഒപ്പം തന്നെ അത് ചെയ്ത പാടിയ വാണി ജയറാം എന്നില്ല, പിന്നെ ജോൺസൺ ഔസേപ്പുമായിട്ട് എനിക്ക് കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ജോൺസണായിട്ട് വേറൊരു വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. കാരണം ജോൺസന്റെ വൈഫ് റാണി ഇവിടെ എടക്കൊച്ചി ഇതാണ്. അപ്പൊ അവിടെ ജോൺസൺ വരുമ്പോഴും നമ്മുടെ ഈ വീട്ടില് ഇവിടെ വരും. ഞങ്ങൾ രണ്ടുപേരും വെളിയിലിരുന്നിട്ട് സംസാരിക്കുമായിരുന്നു. ഇവിടെ ഒരു വരാന്ത ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങള് മണിക്കൂറുകൾ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു ജോൺസണായിട്ട്. പിന്നെ അതിനേക്കാൾ അപ്പുറത്തേക്ക് എൻ്റെ ആദ്യത്തെ പടം ഉപഹാരം, ജോൺസണാണ് മ്യൂസിക്. പിന്നെ ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയ പടം ഏഴക്കൂട്ടം, അതിൻ്റെ അകത്ത് ജോൺസണുണ്ട്. ഞങ്ങൾ അധികം വർക്കൊന്നും ഒന്നിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പോലും, കാരണം ജോൺസൺ ചെയ്യുന്ന കുറെ സത്യനന്ദിക്കാട് അങ്ങനെയൊക്കെയുള്ള കുറെ അവരൊന്നും തന്നെ ഒരിക്കലും വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പോ അവരൊരിക്കലും അപ്പൊ ജോൺസൺ അങ്ങനെയുള്ള പടങ്ങളല്ലേ ചെയ്തിരുന്നത്. ഇന്ന് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മള് എല്ലാവരും ധരിച്ചിരുന്ന എന്നൊരു പാട്ടെഴുത്തുകാരൻ എന്തോ എഴുതി പോകുന്ന ഒരു എന്നുള്ളൊരു ഇതിലായിരുന്നു. അല്ല, അവരുടെ റീഡിങ് കറക്റ്റ് ആയിരിക്കണം. എന്തായാലും അതുകൊണ്ടിട്ട് ജോൺസണായിട്ട് അധികം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞങ്ങളുടെ സ്റ്റേജ് പ്രോഗ്രാംസിനാണെങ്കിലും പിന്നീട് ഞാൻ ചാനലിൽ വരുമ്പോഴാണെങ്കിലും ഒക്കെ കഴിയുന്നത്ര ജോൺസന് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിൽ മുഴുവൻ ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്യുമായിരുന്നു. കാരണം ജോൺസന്റെ ഒരു സാമീപ്യം അത്രമാത്രം. കാരണം ജോൺസന്റെ ഇത് എന്താ പറയുക, സത്യസന്ധമായിട്ടുള്ള ഇടപെടലായിരുന്നു. ദേഷ്യമാണെങ്കിൽ ദേഷ്യം, അത്ര പ്യുവറായിട്ടുള്ളൊരു സോളായിരുന്നു ജോൺസൺ. അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് അങ്ങേറ്റം ഇഷ്ടമുള്ളൊരു മനുഷ്യനായിരുന്നു. ജോൺസൺ കലഹിക്കുന്നത് കണ്ടിട്ടുണ്ട്, ജോൺസൺ മ്യൂസിക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മഴവിൽ കാവടിയിലെ പാട്ടുകൾ പോലും ഞങ്ങള് പ്രിയന് വേണ്ടി കമ്പോസ് ചെയ്ത പാട്ടുകളായിരുന്നു. പ്രിയന്റെ ധനുഷ്കോടി എന്ന് പറയുന്ന പടത്തിന് വേണ്ടി കമ്പോസ് ചെയ്ത ട്യൂണുകളായിരുന്നു. അങ്ങനെ പലപ്പോഴും
ട്യൂൺ ഇത് ചെയ്യാനിരുന്നിട്ട് ചെയ്ത വർക്കുകൾ പോലും പിന്നീട് ഞങ്ങളുടെ പേരിൽ വരാത്തതുണ്ടായിട്ടുണ്ടോ. ഇനി ഞങ്ങളൊന്ന് ചെയ്യുമ്പോഴും വഴക്കിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളിൽ ജോൺസൺ ട്യൂൺ ഇടുന്നു, രാത്രി ജോൺസൺ ഒന്ന് ഭയങ്കര തിരക്കാം. രാത്രി ഒരു 12 മണിയൊക്കെ ആയി. കമ്പോസിങ് വരുന്നത് ലേറ്റ് ആയിട്ട്, വേറെ കമ്പോസിങ് കഴിഞ്ഞിട്ടാണ് ജോൺസൺ വരുന്നത്. അങ്ങനെ ട്യൂണിട്ട് അപ്പൊ തന്നെ അതിനൊരു ഡമ്മി എഴുതുന്നു. അപ്പൊ പുലരിക്കാറ്റേ പൂങ്കാറ്റേ മുടിയിൽ ചൂടാൻ പൂതരുമോ ആവണി പലകയിൽ വാൽ കണ്ണാടി നോക്കി വാർമുടി ചെയ്യേ വാർമതിയാൾ. ഇതാണ് ഡമ്മി എഴുതുന്നത്. അപ്പൊ ജോൺസൺ പറഞ്ഞു അയ്യടാ കറക്റ്റാണ്. ഞാൻ പറഞ്ഞത് ജോൺസ, ഈ പൂങ്കാറ്റും പുലരിക്കാറ്റൊക്കെ ഞാൻ കുറെ എഴുതിയതാണ്, ലിറിക്സ് ഞാൻ മാറ്റും കേട്ടോ, നീ എന്തെങ്കിലും ചെയ്തോളൂ, ട്യൂൺ മാറ്റാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ജോൺസൺ പോയി. രാത്രി 12 മണിയാണ്. ഞാൻ രാത്രി കുത്തിയിരുന്നു, ഞാനിത് മുഴുവൻ മാറ്റി. പിറ്റേ ദിവസം ഞാൻ റെക്കോർഡിംഗ് തിയേറ്ററിൽ ചെല്ലുമ്പോണ്ടല്ലോ, ജോൺസൺ ഈ ലിറിക്സ് വെച്ചിട്ടാണ് അവിടെ പാടിക്കൊടുക്കുന്നത്, ഓർക്കസ്ട്ര ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ജോൺസൺ ആദ്യം ലിറിക്ക് ഉപയോഗിക്കില്ലേ? അല്ല നീ എഴുതിയത് തന്നോളൂ. ഞാൻ എഴുതിയത് ജോൺസണ് എന്തോന്നാണ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുലരിക്കാറ്റേ പൂങ്കാറ്റേ, ഇതാണ് ഞാൻ എഴുതിയേക്കുന്നതാണ്. തുളസിത്തറയിൽ തിരിവച്ച്. ഇതെങ്ങനെ പാടാൻ പറ്റും? ഇത് ഏത് ട്യൂൺ? ഇപ്പൊ ഞാൻ ചോദിച്ചു ഇത് ട്യൂൺ ആവുന്നില്ലേ? ഇതിട്ട് ട്യൂണിന് ചേർന്ന എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ കാര്യം, നീ ട്യൂൺ മാറ്റും. നീ ഇന്നലെ എഴുതിയില്ലേ അത് പെർഫെക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു അത് തൻ്റെ കയ്യിൽ ഇരിക്കണതല്ലേ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ പിടിച്ചു വാങ്ങിച്ചിട്ട് ഞാൻ അത് കീറിക്കളച്ചു. വേണമെങ്കിൽ ഇത് വെച്ച് റെക്കോർഡ് ചെയ്താൽ മതി. അങ്ങനെ മുട്ടലോടക്കായി. അങ്ങനെ കമല് വന്ന് ഇടപെട്ട് അവസാനം ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതാക്കാൻ. അപ്പൊ ഒരു ലിറിക്കൽ വാല്യൂ അനുസരിച്ചിട്ട് തുളസിത്തറയിൽ തിരിവച്ച് തിരുനെറ്റിയിലൊരു കുറി തൊട്ട് ആവണി പലകയിൽ വാൽ കണ്ണാടി നോക്കി വാർമുടി ചെയ്യേ വാർമതിയാൾ. ഇതാണ് ഞാൻ എഴുതിയത്. അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്തത്. പക്ഷെ ആ പടത്തില് അത് ഉപയോഗിക്കപ്പെടാതെ പോയി. പക്ഷെ അങ്ങനെ ഈ ഉടക്കും തല്ലും ബഹളമൊക്കെ അതെല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവും. അതോടുകൂടി തീരും.